ഇതൊരു ഇടിവെട്ട് സാധനം 2017 മോഡൽ Z2.8 ഓട്ടോമാറ്റിക് ആണ്. 2013 മോഡൽ ഒറിജിനൽ കേരള Z ആണ്. അതിന് അന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി. ഏറ്റവും കൂടുതൽ ഡീസൽ വണ്ടി ഉണ്ടാവും. അതെ, 100 വണ്ടിന്റെ 95 ഡീസൽ ഈ പെട്രോൾ വണ്ടികൾ എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടികൾ അവിടെ. ഫോർച്യൂണറിൽ തന്നെ ഒരു റയർ പീസ് ആണ്. അതായത് ഇത് മാനുവൽ 4x2 മാനുവൽ ആണ്. 4x2 മാനുവൽ. അതായത് ഈ ന്യൂ ഷേപ്പിൽ ഏറ്റവും കുറവ് വണ്ടികൾ ഇറങ്ങിയ ഒരു വണ്ടിയാണ്. ഇത് 2018 മോഡലാണ്. ഇത് നമ്മൾ ലെക്സസിന്റെ കിറ്റ് എല്ലാം നമ്മൾ കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ള 2017 മോഡൽ 4x4 ഓട്ടോമാറ്റിക് ആണ്. 4x4 ഓട്ടോമാറ്റിക് ആണ്. ഇതും ഒരു റയർ സാധനം. റയർ സാധനം. 2015 വീണ്ടും 4x4 ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ വളരെ റയർ സാധനം. ടൈപ്പ് 2 അല്ലേ? ഓട്ടോമാറ്റിക്. എവിടെയും കാണാത്ത സാധനങ്ങൾ നമ്മളടുത്ത് റയർ ആയിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. നമ്മൾ എവിടെ തപ്പി പിടിച്ച് കൊണ്ടൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ സാധനം അങ്ങനെ എവിടെയും കാണൂല സാധാരണ. ഇത് കണ്ടാലും 15 കണ്ടാലും ഇനിയിപ്പോ 20 കണ്ടാലും എല്ലാം ഒരുപോലെ ഉണ്ട്. അപ്പൊ നമുക്കിത് നല്ലൊരു ഡീസൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഇന്നത്തെ ഈ ഒരു വീഡിയോ മിസ് ചെയ്തത് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഷോറൂമിലെ 2 എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. ആ 2 എപ്പിസോഡിലും ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ 100 വണ്ടി ഉണ്ടെങ്കിൽ അതിൽ 95 വണ്ടികളും ഡീസൽ വണ്ടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോറൂമിൽ ഏറ്റവും കൂടുതൽ ഡീസൽ വണ്ടികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഷോറൂമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക, ഈ ടാക്സി ആയിട്ടും അതായിട്ടും പിന്നെ കൂടുതലും ഈ അതായത് കൂടുതൽ ഓട്ടോ ഉള്ളവരൊക്കെ എപ്പോഴും പ്രിഫറബിൾ ഡീസലാണല്ലോ. എനിക്ക് തോന്നുന്നു പെട്രോളിനേക്കാളും കൂടുതൽ ഡീസലായിരിക്കും ആൾക്കാർ അന്വേഷിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുന്ന വീഡിയോ ആയിരിക്കും ഇത്. അതായത് ഞാൻ നമ്മുടെ റൈഡ് ഓൺ യൂസ് കാർസിലാണ് കേട്ടോ. റൈഡ് ഓൺ യൂസ് കാർസ് നമ്മുടെ ഷെരീഫ് ഖാൻ റൈഡ് ഓൺ ആണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വണ്ടികൾ എടുത്തു പറയേണ്ട ഒരു കേസ് അത് തന്നെയാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു ഇപ്പോഴത്തെ കാലത്ത് ഒരുവിധം എല്ലാവിധ ഷോറൂമുകളിലും വാഹനങ്ങൾ എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ പോലെ ഒന്നും ഒരഞ്ഞതും പറഞ്ഞതും ഒന്നും വെക്കൂല. കാരണം എല്ലാം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് പണിയൊക്കെ എടുപ്പിച്ച് പെയിൻ്റൊക്കെ അടിച്ച് പോളിഷൊക്കെ ചെയ്ത് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിക്കായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിവിടെ വന്നൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏത് വണ്ടി നോക്കിയാലും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് അങ്ങനെയാണ്. മുത്ത് ഒരു ഷോറൂം കണ്ടീഷൻ പോലെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. കാരണം അങ്ങനെയുള്ള വണ്ടികൾ കണ്ടാലേ ആൾക്കാർ പെട്ടെന്ന് നോക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോറൂമിൽ വന്ന് വണ്ടി എടുക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ നല്ലോണം ചെക്ക് ചെയ്യാം ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ബോണറ്റ് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു കാരണവശാലും മനസ്സിലാവില്ല. അല്ലെങ്കിൽ എന്തിനൊക്കെ ആയിരിക്കണം, എല്ലാ സ്കാനിങ് ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും മനസ്സിലാവില്ല. പിന്നെ അല്ലെങ്കിൽ അവർ പറയുന്നത് ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവർ വിട്ടു പോകുന്നതുണ്ടാവും. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ വരിക, നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കുന്ന വണ്ടി ഏതാണോ അതിലെന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടോ, റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ ഫ്ലഡ് ഉണ്ടാവില്ല, അതൊന്നും നോക്കണ്ട. എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പം ഏത് ഷോറൂമിൽ എവിടെ പോകുകയാണെങ്കിൽ മാക്സിമം എടുക്കുന്ന വണ്ടികൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതൊരു റിക്വസ്റ്റാണ്. എന്താ പറയുക, പുറത്തുനിന്നുള്ളവരൊക്കെ നമ്മുടെയൊക്കെ വീഡിയോയിലൊക്കെയുള്ള വിശ്വസിക്കുന്നതിൻ്റെ പേരിലൊക്കെ ഒരുപാട് പേര് വണ്ടി പോലും കാണാണ്ടൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ വിശ്വസിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരിക്കലും മാക്സിമം വണ്ടികളൊക്കെ ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക കേട്ടോ. ആരെങ്കിലുമൊക്കെ വിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും റൈഡ് ഓൺ യൂസ്ഡ് കാർസിൽ ഒരുപാടധികം വണ്ടികളുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ഷെരീഫ് ഉണ്ട്. ഡീറ്റെയിൽസ് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ റൈഡ് ഓൺ യൂസ്ഡ് കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ ഷെരീഫ് കുറേ നാളായില്ലേ നമ്മളൊരു വീഡിയോ എടുത്തിട്ട്? ഏകദേശം 2 മാസത്തോളം, 3 മാസത്തോളമായി. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞേ, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡീസൽ വണ്ടി ഉണ്ടാവും. 100 വണ്ടിന്റെ 95 ഡീസലായിരിക്കും. പെട്രോൾ വണ്ടികൾ എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടികൾ. അതെ അല്ലേ? നിങ്ങൾ പർച്ചേസ് ഫുൾ ഡീസൽ അല്ലേ? അതെ അതെ, എല്ലാം ഓൾമോസ്റ്റ് 90% ഡീസൽ വണ്ടികളാണ്. എന്തായിരിക്കും ക്വാളിറ്റി ഒക്കെ വണ്ടിന്റെ? നമ്മളെ വണ്ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ബിസിനസ്സിൽ നമ്മൾ മാത്രമാണ് ഒരു വണ്ടിക്ക് 6 മാസം എഞ്ചിനും 6 മാസം ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നത്. ഏത് വണ്ടിക്കും. പിന്നെ സെക്കൻഡറി നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തരുന്ന വണ്ടിയിൽ ഞങ്ങൾ പറയാത്ത എന്തെങ്കിലും ആക്സിഡന്റ് ക്ലെയിമോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് ഉണ്ടെങ്കിൽ 50,000 കസ്റ്റമർക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ പ്ലസ് കസ്റ്റമർ പേ ചെയ്ത എമൗണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി തുടക്കം മുതലേ. അതായത് ധൈര്യമായിട്ട് ഒരാൾക്ക് വന്ന് വണ്ടി എടുത്തു പോവാം, അത് ഉറപ്പാണ്. അതായത് ഞങ്ങളുടെ ചീപ്പസ്റ്റ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ വില പൊട്ടിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയല്ല, ഉള്ളതിൽ ക്വാളിറ്റി ഉള്ള വണ്ടികൾ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാനും ഇഷ്ടപ്പെടാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപ കൂടുതൽ നല്ല വണ്ടി കൊടുക്കും അല്ലേ? പിന്നെ പ്രശ്നമില്ല. ഒരു കസ്റ്റമർ വണ്ടി എടുത്തിട്ട് വർക്ക്ഷോപ്പിൽ പോകാൻ ആഗ്രഹിക്കണില്ലല്ലോ. നമ്മളെ പ്രാവും ചെയ്യും, പിന്നെ വെറുതെ ചീത്തപ്പേരും ആവും. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. നമ്മുടെ കയ്യിൽ ഫോർച്യൂണറിന്റെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഈ ഫോർച്യൂണറുകൾ വലുത് മൊത്തം കാണിക്കാം, ക്രിസ്റ്റ കാണിക്കാം, പിന്നെ കുറച്ച് വലിയ വില കൂടി കുറച്ച് വണ്ടികൾ കാണിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെറു വണ്ടി കാണിക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും ഫസ്റ്റ് വണ്ടി തന്നെ ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2018 മോഡൽ ഫോർച്യൂണറിൽ തന്നെ ഒരു റയർ പീസ് ആണ്. അതായത് ഇത് മാനുവൽ 4x2 മാനുവൽ ആണ്. 4x2 മാനുവൽ. അതായത് ഈ ന്യൂ ഷേപ്പിൽ ഏറ്റവും കുറവ് വണ്ടികൾ ഇറങ്ങിയ ഒരു വണ്ടിയാണ്. ഇത് 2018 മോഡലാണ്. 18 അല്ലേ? 1,48,000 കിലോമീറ്റർ ഒറിജിനൽ കമ്പനി സർവീസ്. അതായത് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സോഫാർ കമ്പനിയിൽ ക്ലെയിം ചെറിയ ക്ലെയിമുകൾ ബമ്പർ എന്നല്ലാണ്ട് മേജർ ആയിട്ട് ഒന്നുമില്ല.
ശരിക്കും ഇതിപ്പോ MH ആണോ ഇപ്പൊ? ഇത് NOC വന്നതാണ്. KL84 നമുക്ക് കസ്റ്റമർക്ക് നമ്പർ ആക്കി കൊടുക്കാം. എന്ത് വിലക്ക് കൊടുക്കും? 23,75,000 രൂപക്ക് പേപ്പർ ആക്കി കൊടുക്കും. പേപ്പർ ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് എടുത്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം. 23,75. നല്ല മോശമില്ലാത്ത പ്രൈസ്, നല്ല വില. അതായത് NOC അല്ല തരുന്നത്, പേപ്പർ ആക്കി KL84 നമ്പറിലാണ്. 23,75 അടിപൊളി പ്രൈസ് കേട്ടോ, മോശമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് നമ്മൾ ലെക്സസിന്റെ കിറ്റ് എല്ലാം നമ്മൾ കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ള 2017 മോഡൽ 4x4 ഓട്ടോമാറ്റിക് ആണ്. 4x4 ഓട്ടോമാറ്റിക്. ഇതും ഒരു റയർ സാധനം. അതെ അതെ അതെ. ഇത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. പിന്നെ ഞാൻ ഇവരോട് പറയായിരുന്നേ, ഇന്ത്യയിൽ പറഞ്ഞേ, അതിപ്പോ ഇവിടെ കിടക്കുന്ന വണ്ടികൾ കാണുമ്പോൾ എല്ലാം നല്ല മുത്തു പോലെ, ഹൈ ക്വാളിറ്റി, എല്ലാം അങ്ങനെ ക്ലീൻ ആക്കി നമ്മൾ വെക്കുള്ളൂ. അപ്പൊ കാണുന്നപ്പോ ഞാൻ കാണുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറയും. ഇതുണ്ടല്ലോ ഈ കിറ്റ്, ഈ ഫേസ് ലിഫ്റ്റ് നമ്മൾ ചെയ്ത് ഇമ്പോർട്ടഡ് സാധനം ഉപയോഗിച്ചിട്ട് ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് പറയാം. 100%. ഓക്കെ, കണ്ടാ എനിക്കൊന്നും മനസ്സിലാവില്ല. തീർച്ചയായിട്ടും. ശരി, അപ്പൊ ഇതിപ്പോ ഇതൊക്കെ കിറ്റൊക്കെ ചെയ്ത വണ്ടിയാണ്. മോഡലോ? ഇത് 2017 4x4 ഓട്ടോമാറ്റിക് ആണ്. ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ. 1,51,000 കിലോമീറ്റർ ജെനുവിൻ കമ്പനി സർവീസ്. അതെ അല്ലേ? ഇത് നമുക്ക് എന്താ വില വരിക? നിലവിൽ ഒരു ഓണർഷിപ്പ് ആണ്. ഇത് 26,75,000 രൂപക്ക് നമുക്ക് കസ്റ്റമർക്ക് നമ്പർ ആക്കിയിട്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു. 26,75 4x4 ഓട്ടോമാറ്റിക്. അത് ഇവിടെ പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ്. അതെ, ലെക്സസിന്റെ കിറ്റ് എല്ലാം ചെയ്തോണ്ട് അടിപൊളി, നല്ല ലുക്ക് ഉണ്ട് കാണാനും. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. കോൺടാക്ട് നമ്പർ ഒക്കെ വെച്ചിട്ട് മാക്സിമം വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് തരും കേട്ടോ. തീർച്ചയായിട്ടും. ഇനി എല്ലാത്തിന്റെ ഇന്ത്യയിൽ ഒന്ന് അയച്ചു കൊടുക്കണേ, നമ്മൾ കാണിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2017 മോഡല് 4x2 ഓട്ടോമാറ്റിക്. ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് അല്ല, ഇതൊരു ബ്ലാക്കിഷ്, ഒരു എന്താ പറയാ, ഡാർക്കിൽ ബ്ലാക്ക് ആയി തോന്നും, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഡാർക്ക്, ഒരു എന്താ പറയാ, ഒരു കാവി കളറൊക്കെ. അതെ, KL73 മാനന്തവാടിയിൽ ഈ വണ്ടി നമ്പർ ആയിട്ട് ഏകദേശം 2.5 വർഷത്തോളം കഴിഞ്ഞു. അതെ, കോഴിക്കോട് അമാന സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? മോശമൊന്നുമില്ല, വണ്ടി അത്യാവശ്യം നല്ല ആണ്. അതെ, ഇത് അപകടം എന്തെങ്കിലും ഒന്നുമില്ല. കിലോമീറ്റർ പക്ക സർവീസ്. 1,51,000 കിലോമീറ്റർ. 1,51 അല്ലേ? മോശമൊന്നുമില്ല. വില എത്ര? കമ്പനി സർവീസ്. ഇത് നമുക്ക് 25,50,000 രൂപക്ക് കസ്റ്റമർ. 17 വണ്ടി 4x2 ഓട്ടോമാറ്റിക് നമ്പർ ആയിട്ട് 2 വർഷം കഴിഞ്ഞ വിത്ത് കേരള സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടി. അതാ വണ്ടിയുടെ കളർ തന്നെ നല്ല വണ്ടിയാണ്, ഒരു വെരി വെരി റയർ വണ്ടിയാണ്. അതെ, എന്തായാലും മോശമൊന്നുമില്ല. 25 ലക്ഷത്തി സംതിങ്ങിന് നിങ്ങൾക്ക് അത് എടുത്തോണ്ട് പോകാം. അതെ, ഇപ്പൊ ഈ പറയുന്ന പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ അല്ലേ? സ്ലൈറ്റ്ലി. ലോൺ കയറുമോ? ലോൺ ഓൾമോസ്റ്റ് നമുക്ക് 80-90% വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അടിപൊളി കേട്ടോ. അപ്പൊ എന്തായാലും അടുത്തത് കുറച്ച് പഴയ ഷേപ്പിലുള്ളൊരു, ഇത് 2015 വീണ്ടും 4x4 ഓട്ടോമാറ്റിക്. ഇതിൽ വളരെ ടൈപ്പ് 2 അല്ലേ? നല്ല ഒറിജിനൽ KL84 കൊണ്ടോട്ടി നമ്പർ ആയിട്ട് 2.5 വർഷം കഴിഞ്ഞു. വിത്ത് കേരള സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്. 2 ലക്ഷം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഒന്നുമില്ല. എന്തൊക്കെ വില? ഇത് 15,90,000 രൂപ. അതൊക്കെ ആ ഒരു വില നോർമൽ വില തന്നെയാണ്. ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ വിൽക്കുന്ന വിലയാണ്. അതിലേറെ വിൽക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അല്ല, പിന്നെ വേറെ കേസിന്റെ പേപ്പർ ആയതല്ലേ? പേപ്പർ ആയിട്ട് 2 വർഷം കഴിഞ്ഞു. കോഴിക്കോട് അമാന സർവീസ് അന്ന് പേപ്പർ ആക്കാൻ 3-3.5 ലക്ഷം രൂപ വന്നിട്ടുണ്ടാവും അല്ലേ? 4x4. അതെ അതെ, മോശമൊന്നുമില്ല. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മളിപ്പോ വില എത്ര? 15. ഇത് 15,90. ഈ വാഹനം നമുക്ക് 15,90 തന്നെ സെയിം 2015 4x4 ഓട്ടോമാറ്റിക്. എവിടെയും കാണാത്ത സാധനമാണല്ലോ. നമ്മളടുത്ത് റയർ ആയിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. നമ്മൾ എവിടെ നിന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ സാധനം അങ്ങനെ എവിടെയും കാണൂല സാധാരണ. ഇതും KL50 മണ്ണാർക്കാട് രജിസ്ട്രേഷനിലോട്ട് NOC വന്ന വാഹനം വന്നാണ് അല്ലേ? മണ്ണാർക്കാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ. ആ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി. അതെ. പിന്നെ ഇതും 15,90 15,90 സെയിം 1,64,000 കിലോമീറ്റർ. മോശമൊന്നുമില്ല, കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും കേട്ടോ. ഒരു വണ്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടാവും, ഒന്നുമില്ല. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2015 4x2 ഓട്ടോമാറ്റിക്. 4x2 ഓട്ടോമാറ്റിക് 15 മോഡൽ അല്ലേ? സാധാ വണ്ടി. 1,50,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർഷിപ്പ്, സിംഗിൾ ഓണർ ആണ്. നല്ല ക്ലീൻ. ഇത് കേരള വണ്ടിയാ? ഇത് അല്ല, ഇവിടെ നമ്പർ ആയ വണ്ടി. നമ്പർ ആക്കാനുള്ളത് അല്ലേ? KL84 കൊണ്ടോട്ടിയിൽ നമ്പർ ആക്കി കൊടുക്കാം. ശരി, ഇപ്പൊ ഊപ്പിയാണ്. ഊപ്പി നോക്കണ്ട. ഇല്ല, NOC വന്നതാ. അതെ അതെ അതെ. അത് നമ്മളെ അജു ഈ നമ്പർ ആക്കാതെ വെക്കുന്നത് എന്താണെന്നറിയാം. ചിലപ്പോൾ അജു വണ്ടി എടുക്കാൻ വരുമ്പോൾ അജുവിന് ഒന്നെങ്കിലും ഒരു പ്രീവിയസ് വണ്ടിയുടെ ഒരു നമ്പർ ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളൊരു ഫേവറേറ്റ് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ നമ്പർ. അങ്ങനെ മിക്ക കസ്റ്റമർക്കും ഫാൻസി നമ്പർ വേണ്ടി വരും. അപ്പൊ നമുക്ക് നമ്പർ ആക്കാൻ 2 വർക്കിംഗ് ഡേയ്സ് മതി. അവർ പറയുന്ന നമ്പർ എടുത്ത് കൊടുക്കാം. പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. 2 days, 2 വർക്കിംഗ് ഡേയ്സ്. അപ്പൊ ഇതിപ്പോ നമുക്ക് 15 പറഞ്ഞാൽ ഇത് 15. എന്താ വില? 15 ലക്ഷം രൂപ. 14,90 നമുക്ക് കസ്റ്റമർ 14,90 കൊടുക്കാം. അടിപൊളി. അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി. ഈ സാധനം 12 ആണ് ഇത് മോഡൽ. ഇത് 14 വണ്ടിയാണ്. 14 വളരെ വിരലിലാണാവുന്ന വാഹനമാണ്. ഈ കളറിൽ ഇറങ്ങി മാത്രമേ കണ്ടിട്ടില്ല. ഇല്ല, ഇത് 14 ആണ്. അല്ല, ഞാൻ പറയാം, നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതെ, ഇത് 14 മോഡലാണ്. നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടി കേട്ടോ. ഇതൊക്കെ ശരിക്കും പോളിഷ് ഒക്കെ നിങ്ങൾ തിളങ്ങണ്ടല്ലോ സാധനം. അല്ല, ഇത് പോളിഷ് നമ്മുടെ ഈ മറ്റേ പോളിഷാ ചെയ്യാറ്. അതെ അതെ അതെ.
ഇതിപ്പോ കിലോമീറ്റർ ഒക്കെയോ? ഇത് കിലോമീറ്റർ 1,80,000 കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനം. അടിപൊളി. എന്താ വില? 14 ലക്ഷം രൂപ. 14 വണ്ടി. 14 വണ്ടിക്ക് 4x2 ഓട്ടോമാറ്റിക്. അടിപൊളി. അടുത്തത് ഒരു ഇതും വന്നിട്ട് 2014 ടൂ വീൽ ഓട്ടോമാറ്റിക് KL10 മലപ്പുറത്തോട്ട് NOC വന്ന വണ്ടി വന്നാണല്ലേ. അതും ഈ പറഞ്ഞ പോലെ ഗ്രില്ലൊക്കെ ചെയ്ത് നല്ല GR-ന്റെ ഗ്രില്ലെല്ലാം ചെയ്ത വാഹനം. അതെ അതെ, നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ അതെ. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ പിന്നെ ഈ പറഞ്ഞ വണ്ടിയിലൊക്കെ ചിലപ്പോൾ മെയിൻ ഗ്ലാസ് എന്തെങ്കിലും മാറ്റം കാണും കേട്ടോ. അത് നമ്മൾ ഓരോ വണ്ടിക്ക് കൊടുത്ത് പറയണ്ട. അല്ല, ഈ മെയിൻ ഗ്ലാസ് ഒന്നും വലിയ അവിടുന്ന് വരുന്ന 90% വാഹനത്തിനും മെയിൻ ഗ്ലാസ് മാറിയിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ മാറ്റണം. അല്ല, സ്ട്രക്ചറൽ ഡാമേജ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എഞ്ചിൻ ബോക്സ് ഗിയർ ബോക്സ് ഒക്കെ പക്ക വാറണ്ടി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് 14 ലക്ഷം രൂപ. 14,50,000. 14 വണ്ടിക്ക് 14,50,000. അത് ഓരോ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ക്യാഷ്. അതെ. അടുത്ത ഇതോ? ഇത് വന്നിട്ട് 2013 വണ്ടി. 13 ആണ്. 223 കമ്പനി സർവീസ് റെക്കോർഡ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനം. നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ. 13, അതായത് റോഡിൽ ഇറങ്ങിയിട്ട് 13 വർഷം കഴിഞ്ഞ വണ്ടിയുടെ ക്വാളിറ്റിയാണ്. അത് വേറെ കേസ് ഉണ്ട്. ഇത് കണ്ടാലും 15 കണ്ടാലും ഇനിയിപ്പോ 20 കണ്ടാലും എല്ലാം ഒരുപോലെ ഉണ്ട്. അപ്പൊ നമുക്കിത് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ചെക്ക് ചെയ്യണം അല്ലേ? നല്ലോണം ചെക്ക് ചെയ്തെടുത്താൽ ചെക്ക് ചെയ്ത് കമ്പനി കൊണ്ടുപോയി നമ്മൾ അതിനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വണ്ടി ഇവിടെ ഒന്നെങ്കിൽ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ കോഴിക്കോട് പോയി വാഹനം ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി എടുത്തിട്ട് നമുക്ക് പേയ്മെന്റ് തന്നാൽ മതി. അതെ, എങ്ങനെ വേണേലും ചെക്ക് ചെയ്തോ. ഒരു മെക്കാനിക്കിന് എങ്ങോട്ട് കൊണ്ടുവരണോ അങ്ങോട്ട് കൊണ്ടുപോകണോ വാട്ടവർ എങ്ങനെയും ചെയ്യാം നിങ്ങൾ. അടിപൊളി. അപ്പൊ ഇത് നമുക്ക് എന്താ വില? 13. ഇത് വന്നിട്ട് 12,90,000 രൂപ. 12,90,000 പേപ്പർ ആക്കിയില്ലേ? പേപ്പറായ വണ്ടി. അതെ അതെ. 12,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2013 വണ്ടി എടുത്തോണ്ട് നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. കൈപ്പിട്ടു. അപ്പൊ ഫോർച്യൂണർ ഇതാ നിരത്തി ഇത്രയും എണ്ണം കിടപ്പുണ്ട്. നിങ്ങൾ മിസ് ചെയ്യണ്ട. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതാ ഷെരീഫ് ഖാൻ നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്താ കേട്ടോ. ഷെരീഫ് ഖാൻ കുറെ സമയം കൊണ്ട് നമ്മള് ഫോർച്യൂണർ കാണിച്ചു അല്ലേ? അടുത്തത് മെയിൻ സാധനം ക്രിസ്റ്റയാണ്. ഇതൊരു ഇടിവെട്ട് സാധനമാണ് ഇപ്പൊ മാർക്കറ്റില്. അതിന് മുമ്പ് ഈ സൈഡിലായിട്ട് മുഴുവൻ ചെറുവണ്ടികൾ കിടക്കുന്നുണ്ട്. അത് മുഴുവൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിന്റെ കാര്യം പറ. ഇതൊരു ഇടിവെട്ട് സാധനം 2017 മോഡൽ Z 2.8 ഓട്ടോമാറ്റിക് ആണ്. 2,09,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. 2 ലക്ഷം അല്ലേ? പക്ക ജെനുവിൻ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് വരെ മാറിയിട്ടില്ല വണ്ടി. നല്ല നീറ്റ് അല്ലേ വണ്ടി? ക്ലീൻ വണ്ടി. ഇത് നമ്മൾ ന്യൂ ഷേപ്പിലോട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനമാണ്. Z ഓട്ടോമാറ്റിക് ആണ്. നല്ല ക്ലീൻ 2.8 ആണ്. അതെ, അതായത് ഓട്ടോമാറ്റിക് പറയുമ്പോൾ അന്നൊക്കെ 2.8 ഇറങ്ങിയിട്ടുള്ളൂ. അതെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 17 ലക്ഷം രൂപ. 17 ലക്ഷം രൂപ വിത്ത് കേരള നമ്പർ വിത്ത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. അതെ, പേപ്പർ ആക്കിയിട്ട് 17 ലക്ഷം രൂപ. 17 വണ്ടിക്ക് 17 ലക്ഷം. അടിപൊളി. ഇനിയിപ്പോ നമ്മുടെ ടാക്സി ഒക്കെ നോക്കുന്ന ആളുകളെ 8 സീറ്റില് കോട്ട ടാക്സ് മാത്രം അടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതായത് ഒരു 3 മാസം കൂടുമ്പോൾ നിങ്ങൾ ഒരു 1,800 രൂപ ടാക്സിലോട്ട് അടച്ചു കൊടുത്താൽ മതി. 8 സീറ്റർ ആണ്. ഫസ്റ്റ് ഓണർഷിപ്പിൽ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ, എല്ലാം പുതിയ പേപ്പർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2018 G+. അതെ, നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി. കിലോമീറ്ററോ? ടാക്സി കാര്യത്തിൽ വളരെ റെയർ ആണ്. 2 ലക്ഷം കിലോമീറ്റർ വിത്ത് ജെനുവിൻ കമ്പനി സർവീസ് റെക്കോർഡ്. ഒന്നുമില്ല. 8 സീറ്റ് ആണ്. ക്വാർട്ടർ ടാക്സ് ആണ്. ശരി, എന്തൊക്കെ വില? ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ. GPS പേപ്പർ കാര്യങ്ങളെല്ലാം വാലിഡ്. ഒന്നും ചെയ്യണ്ട, കൊണ്ടുപോകാൻ ഓടുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ 5 ലക്ഷം രൂപയ്ക്കാണ് തരുന്നത്. മാക്സിമം ലോണും കയറും. അതേ സെയിം കളറിൽ ഒരു വണ്ടി ഇവിടെ. ഇത് 2017 മോഡൽ ഒറിജിനൽ കേരള വണ്ടി, 18 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന Z ഓട്ടോമാറ്റിക് 2.8 ലിറ്റർ ടോപ്പ് വേരിയന്റ് ഹൈ ക്വാളിറ്റി വണ്ടി. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ സർവീസ് റെക്കോർഡ്. അടിപൊളി. നല്ല ക്ലീൻ ഹൈ ക്വാളിറ്റി വണ്ടി. KL9 പാലക്കാട് രജിസ്ട്രേഷനിലുള്ള വണ്ടി. നല്ല മുത്ത് പോലെ കിടക്കുന്നുണ്ട്. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അതെ. ഇതിപ്പോ നമുക്ക് എന്തൊക്കെ വില? ഈ വണ്ടിക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് 19,90,000 രൂപ. 19,90,000 കേരള വണ്ടി ആയതുകൊണ്ട്. ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 85,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ കേരള വണ്ടി ഏകദേശം 3 ലക്ഷം രൂപ കൂടി. 22 ലക്ഷം രൂപ മാർക്കറ്റിൽ പോകുന്ന വണ്ടിയാണ്. മോശമൊന്നുമില്ല. അത് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. ഹൈ ക്വാളിറ്റി. അതേപോലെ തന്നെ പഴയ സാധാ ഇന്നോവ പഴയ മോഡൽ ഒരെണ്ണം കാണിച്ചു തരാം. ഇതേതൊക്കെ മോഡൽ? 2013 മോഡൽ ഒറിജിനൽ കേരള Z ആണ്. അതിന് അന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി. പിന്നെ അപാകതകൾ എന്തെങ്കിലും ഒന്നുമില്ല. 2,28,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഫുൾ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ കാര്യം ഫോട്ടോസ് ഒക്കെ അയച്ചു കസ്റ്റമർക്ക് ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് അയച്ചു കൊടുക്കാം. കംപ്ലീറ്റ് അയച്ചു. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 8,75,000 രൂപക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. 13 Z മാനുവൽ. ശരിക്കും സെഡ് വേരിയന്റ് വന്ന ഫസ്റ്റ് വണ്ടി ആയിരിക്കും. സെഡില് ആ ടൈപ്പ് 2 സെക്കൻഡ് ജനറേഷനിൽ വന്ന വാഹനം. മോശമൊന്നുമില്ല. നല്ല ക്ലീൻ ആണ്. അതെ. അപ്പൊ അതില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. ഓക്കെ. ഇതെല്ലാം നിങ്ങൾ കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ശരി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് വന്നിട്ട് 2013 മോഡലാണ്. നമുക്ക് 7,50,000 രൂപ കസ്റ്റമർക്ക്
കിലോമീറ്റർ വന്നിട്ട് 1,85,000 കിലോമീറ്റർ ജനുവനാണ്. അതായത് 7,50,000 രൂപയ്ക്ക് കസ്റ്റമർക്ക് നമ്പർ ആക്കിയിട്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിൽ കൊടുക്കാം. 13 ക്ലീൻ വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി, അടിപൊളി. അതേപോലെ തന്നെ പുറകിൽ ഉണ്ടല്ലോ, ഇത് 2014 V ആണ്. 14 V KL 84 നമ്പർ ആയ വാഹനം. ഇത് നമുക്ക് 8.5 ലക്ഷം രൂപക്ക് കസ്റ്റമർക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. 8,25,000 രൂപക്ക്. അത് 14 V ആണ്. പ്രൈസ് എന്തെങ്കിലും കുറയില്ലേ? എന്തെങ്കിലുമൊക്കെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അല്ലേ? വണ്ടി നല്ല ക്ലീൻ ആണ്, ഒന്നും വണ്ടിയിൽ നിങ്ങൾ കൊണ്ടുപോയാൽ ഒന്നും ചെയ്യണ്ട. അതെ. അതേപോലെ തന്നെ ഇവിടെ ഒരു കട്ടുണ്ട്, കട്ടയും കൂടി പറഞ്ഞാലോ. ക്രെറ്റ 2019 മോഡല്, അന്നത്തെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള ടോപ്പ് ക്ലാസ് വണ്ടി. ഡീസലാണ്, SXO ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ സ്ക്രീന്, വെന്റിലേഷൻ സീറ്റ്, എല്ലാ സൗകര്യങ്ങളും. 4 കടുപ്പുത്തൻ ടയർ. ഇതിപ്പോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 1,58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, സിംഗിൾ ഓണർ, പിന്നെ കമ്പനി സർവീസ് റെക്കോർഡ്. ക്ലീൻ വണ്ടി കേട്ടോ. നല്ല ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇതെന്തൊക്കെയാ വില? ഇത് 10,45,000 രൂപക്ക് കസ്റ്റമർ കൊടുക്കും. 10,45 അല്ലേ? 2019 ആണ്, SX ഓപ്ഷൻ ആണ്, സൺറൂഫ് വരുന്ന വണ്ടി. 22 വണ്ടി നമുക്ക് ഇതിലും വില കുറച്ച് കിട്ടും, പക്ഷേ ഈ സാധനത്തിന് കിട്ടൂല. ഇതൊരു വല്ലാത്ത വണ്ടി തന്നെ കേട്ടോ. എനിക്കിപ്പോ ഇറങ്ങിയ എല്ലാത്തിനേക്കാളും വിഷയ വണ്ടിയാണ്. ആ ഒരു ക്വാളിറ്റി അല്ലേ? അതെ. പിന്നെ ക്രിസ്റ്റ ആണെങ്കിലോ? ക്രിസ്റ്റ 2019 GX മാനുവൽ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ KL 84 നമ്പറായിട്ട് 2 വർഷം കഴിഞ്ഞ വാഹനമാണ്. 1,76,000 കിലോമീറ്റർ. നല്ല ക്ലീൻ ആണ് വണ്ടി. വൈറ്റ് വാഹനം, നല്ല ക്ലീൻ വാഹനം. ശരി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 15 ലക്ഷം രൂപക്ക് കസ്റ്റമർക്ക് നമ്പർ ആക്കി കൊടുക്കും. 15 ലക്ഷം അല്ലേ? നെഗോഷ്യബിൾ ആവോ? സ്ലൈറ്റ്ലി ഞാൻ പറഞ്ഞില്ല, നമ്മൾ പറയുന്ന ഏകദേശം നമ്മൾ മാക്സിമം കുറച്ച്. ഒറ്റ കാര്യം, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല, അത്രേ ഉള്ളൂ. വീഡിയോ കണ്ടുവരുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അത് തീർച്ചയായിട്ടും കൊടുക്കാം. അടിപൊളി. ഷെരീഫ്, നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് 2 വണ്ടി ഓടിയാണ് അല്ലേ? 2 ഹൈ ക്ലാസ് Q3 ക്യൂട്ട് ഓടി. അതെ. ഫസ്റ്റ് വെള്ളം കാണിക്കാം. ഏതാ മോഡൽ? 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ, വെറും 85,000 കിലോമീറ്റർ, കമ്പനി സർവീസ് റെക്കോർഡ്, ഫസ്റ്റ് ഓണർഷിപ്പ് 3.0 അല്ലേ? 3.0. അടിപൊളി. അതും ന്യൂ ഷേപ്പിൽ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. അല്ല, അത് ന്യൂ ഷേപ്പിൽ. ഇത് ന്യൂ ഷേപ്പ് അല്ലേ? പിന്നെ ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇതിപ്പോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനം. ക്ലീൻ വണ്ടി അല്ലേ? ഹൈ ക്വാളിറ്റി വണ്ടി. അടിപൊളി. ഇതിപ്പോ പിന്നെ ഓടിയത് എത്ര പറഞ്ഞാൽ? ഇത് 85,000 കിലോമീറ്റർ, 78,000 വരെ കമ്പനി സർവീസ്. ഇനി 88 സർവീസ് കമ്പനി. ശരി. എന്താ വില? ഇത് നമുക്ക് 12 ലക്ഷം രൂപക്ക് കസ്റ്റമർക്ക് വിത്ത് കേരള നമ്പറിൽ കൊടുക്കാം. കേരള നമ്പറിൽ കൊടുക്കാം. 12 ലക്ഷം രൂപ. നല്ല പ്രൈസ് ആണല്ലോ അല്ലേ? കാരണം നമ്പർ ആക്കണേ 3-3.5 ലക്ഷം രൂപ ടാക്സ്. അതെ. ആ വണ്ടിയാണ് നിങ്ങൾക്ക് 15-16 വണ്ടി 12 ലക്ഷം രൂപ കസ്റ്റമർ. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് വന്നിട്ട് 2013 മോഡലാണ്. അഗൈൻ 3.0 അല്ലേ? പ്രീമിയം. ഇത് 2 ആണ്. സോറി, ഇത് 2 ലിറ്റർ ആയിരിക്കും. അതെ, മറ്റേതാണ്. മോശമൊന്നുമില്ല, വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. അതെ. ഇത് KL 84 പേപ്പർ ആയതല്ലേ? KL 84 പേപ്പർ ആയിട്ട് 1 വർഷം കഴിഞ്ഞു. അതെ അല്ലേ? കമ്പനി സർവീസ് റെക്കോർഡാണ്. 90,000 കിലോമീറ്റർ. ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ വില? ഈ വാഹനം നമുക്ക് 10.5 ലക്ഷം രൂപ, 10,50,000 രൂപക്ക് കസ്റ്റമർ കൊടുക്കും. അടിപൊളി. 10,50,000 രൂപയ്ക്ക് പേപ്പർ ആയ വണ്ടി നിങ്ങൾക്ക് തരും, കസ്റ്റമർ കൊടുക്കാം. അതെ. അപ്പൊ എന്തായാലും ഇത് രണ്ടും നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടികളാണ്. ഒരു ക്യൂട്ട് നേവി ബ്ലൂ കളർ, ഒരു വൈറ്റ് കളർ. അതെ. അപാകതകളൊന്നും ഇല്ലാന്ന് ഉറപ്പല്ലേ? ഒന്നുമില്ല. കമ്പനി കൊണ്ടുപോയിട്ട് നമുക്ക് ക്യാഷ് തന്നാൽ മതി. എങ്ങനെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ശരിക്കും അങ്ങനെ നമ്പർ വെച്ചിട്ട് വിളിക്കുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു. തീർച്ചയായിട്ടും. നമ്മുടെ ആൾക്കാർക്ക് മാത്രം ഡിസ്കൗണ്ട് ചെയ്തായി. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ മോങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന റൈഡ് ഓൺ യൂസ് നാഷണൽ ഹൈവേ തന്നെയാണ്. മോങ്ങത്തുനിന്ന് നമ്മൾ കൊണ്ടോട്ടി പോകുന്ന വഴി പഴയ അറബി കോളേജ് എത്തുന്നതിന് മുമ്പ് പഴയ മോങ്ങൻ സിനിമാളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ. റൈഡ് ഓൺ ആണ് ഇവിടുത്തെ ഒരു ഐഡന്റിറ്റി. ഓക്കെ. അവരൊക്കെ പറയാ റൈഡ് ഓണിന്റെ അടുത്താ പറയാ. ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. അതെ. അപ്പോൾ എന്തായാലും ഉള്ളൊന്നും പറയുന്നില്ല. ഇപ്പൊ ഈ കാണിച്ച വണ്ടികളുടെയൊക്കെ വിലയും ക്വാളിറ്റിയും നിങ്ങൾ നോക്കുക. ശരിക്കും നമ്പർ വെച്ചിട്ടുണ്ട്, ഇവിടെ വരിക, മൂപ്പരെ കണ്ടാൽ എല്ലാം സെറ്റപ്പ് ആക്കി തരും അല്ലേ? തീർച്ചയായും. ഏകദേശം ഒരു 35ഓളം ബാങ്കുകളിൽ നമ്മൾ ലോണും ചെയ്യുന്നു. 35 ബാങ്കിൽ ലോൺ ചെയ്യുന്നു. കേരളത്തിൽ അത്രയും ബാങ്ക് ഉണ്ടല്ലേ? അടിപൊളി. ഓക്കെ. അപ്പോൾ എന്തായാലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോ. ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ എന്തിനു വേണമെങ്കിലും വിളിച്ചോ, എല്ലാം സെറ്റാക്കി തരും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ചെറുവണ്ടികൾ മുഴുവൻ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും